ഹലോ എവരിബഡി, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനുണ്ടല്ലോ ഒരു നല്ല നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചിട്ട് ഉറങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നിവിടെ നോർത്ത് ഇന്ത്യയിൽ ഹോളിയാണ്. അപ്പം എല്ലാവരും കളറൊക്കെ തേച്ച് ഭയങ്കര കളർഫുള്ളായിട്ട് ഹോളി എൻജോയ് ചെയ്യുന്നൊരു ദിവസം. ഇവർക്ക് പൂജ കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്നലെ കഴിഞ്ഞു. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ അവർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്, സെലിബ്രേഷനാണ് ഇന്നത്തെ. ഇന്ന് ഫുൾ ഡേ അവർ എൻജോയ് ചെയ്ത് മസ്തി അടിച്ച് കളറെല്ലാം തേച്ച് എല്ലാവരുമായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നിങ്ങനെ. ഇവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഒരു കാര്യത്തിനും. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ബാക്ക് സൈഡിൽ ഗാവാണ് നമ്മുടെ സൊസൈറ്റിയുടെ ബാക്ക് സൈഡ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം പാട്ടൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്, ഹോളി കളർ തേക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇന്ന് റോട്ടിൽ കൂടി പോകുന്ന ഒരാളെപ്പോലും അവർ വെറുതെ വിടത്തില്ല. ഇന്ന് കളർ തേക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇവിടെ ഉണ്ടാവത്തില്ല. കളർ തേച്ചില്ലെങ്കിൽ അവരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പോലെ, അവരോട് ഇഷ്ടമില്ലാത്ത പോലെ, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ആരും അങ്ങനെയില്ല. എല്ലാവരും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണെങ്കിലും മറ്റുള്ള സ്ഥലത്ത് നിന്ന് എല്ലാവരും അവരോട് കോപ്പറേറ്റ് ചെയ്ത് കളർ തേക്കാനായിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കും. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ നമ്മളും അതുപോലെ തന്നെ ഹോളി എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരുമായിട്ട് ഹോളി കളർ, ഹോസ്പിറ്റലിലൊക്കെ നല്ല സെലിബ്രേഷൻ ആയിരുന്നു. ഫുള്ള് യൂണിഫോമും ഫുള്ള് ബോഡി എല്ലായിടത്തും നന്നായിട്ട് കളർ പറ്റി. ഞാൻ വന്ന് കുളിച്ച് ഫുൾ കളർ തേച്ചൊരച്ച് കഴുകി കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ നമ്മുടെ സൊസൈറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, കുട്ടികളൊക്കെ ഇങ്ങനെ നിന്ന് ഹോളി കളിക്കുന്നത്. അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കാരണം രാവിലെ കുറച്ച് പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവരൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ സൊസൈറ്റിയിലും പ്രോഗ്രാമുണ്ട്. സൊസൈറ്റിയിലെ എല്ലാ ഫ്ലാറ്റിലെ ആൾക്കാരും വന്ന് ഒന്നിച്ച്. ഇന്ന് ഇവിടെ PH ആണ്, പബ്ലിക് ഹോളിഡേ ആണ്. സ്കൂളുകളോ അങ്ങനെ ഓഫീസോ ഒന്നും വർക്ക് ചെയ്യാത്ത ദിവസമായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്നാലും ഒത്തിരി സീനിയേഴ്സിനൊന്നും ഇന്ന് ഡ്യൂട്ടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു DJ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പരിപാടിയൊക്കെ നടത്തുന്നത്, കളർ തേച്ചിട്ട്. വീട്ടിലൊക്കെ ഓൾറെഡി പൂജയുടെ സമയത്ത് തന്നെ എല്ലാവരും കളറ് തിലകൊക്കെ വെക്കും. തിലകാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ആദ്യം പൂജ കഴിയുമ്പോൾ വെക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ കളറെല്ലാം പൂശാൻ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവർ കളർ തേച്ച് തരും. ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് വന്നേ വീട്ടിൽ, ഞങ്ങളുടെ റൂമിലേക്ക് വന്നത്. അപ്പം ഇന്ന് നല്ലൊരു ഹാപ്പി മൂഡുള്ളൊരു ദിവസമാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഹോളിക്കും ദീപാവലിക്കും ആരും വിഷമിച്ചിരിക്കാൻ പാടില്ല. അവർ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. ഇവർ ഹോളിയും ദീപാവലിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ലോ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഹോളിക്ക് കളറും ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചിട്ട് ഇവർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഇവരുടെ സന്തോഷം ഇവർ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ ഓരോരുത്തരും നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ മേത്ത് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ആരാണ്ട് കളർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ഡ്രസ്സ് നനഞ്ഞാലൊന്നും ആർക്കും പരാതിയോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഈ ഹോളിക്കും ദീപാവലിക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമാണ് ഇത് രണ്ടും. ദീപാവലിയുടെ അന്ന് ഒരു മഴ പെയ്യും, അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് തണുപ്പ് തുടങ്ങും. അതുപോലെ ഹോളിയുടെ അന്ന് ഒരു മഴ പെയ്യും, അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ചൂട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഡിസൈഡ് ചെയ്യുന്ന ടൈമും കൂടിയാണ് ഹോളിയും ദീപാവലിയും. അത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ആ മഴ പെയ്ത് പിറ്റേ ദിവസം നാളെ തൊട്ട് നമുക്കിവിടെ ചൂട് തുടങ്ങുന്ന സമയമാണ്. അപ്പം എല്ലാവരും എല്ലാവരുടെ AC ഫാൻ എല്ലാം റിപ്പയർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളെ തൊട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടിൻ്റെ സമയത്ത് ഇലക്ട്രിസിറ്റി ഉണ്ട്, അതിലെപ്പോഴും കറണ്ട് പോകാം. നമ്മൾക്ക് ചൂടിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തണുപ്പിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഉറങ്ങാനെങ്കിലും പറ്റും. ചൂടിൻ്റെ സമയത്തെന്ന് പറഞ്ഞാൽ മെയ് ജൂൺ സമയം നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല, അതുപോലെ ചൂടായിരിക്കും. അതുപോലെ കറണ്ടും ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ജീവിക്കാൻ നമുക്ക് സുഖമാണ്. പച്ചക്കറിയെല്ലാം ഭയങ്കര സസ്തയാണ്, കാരണം ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ. ബാക്കി എല്ലാം നമുക്ക് ചെറിയ ചെറിയ മാർക്കറ്റുകളുണ്ട്, അവിടെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ചെറിയ പൈസയ്ക്ക് കിട്ടും. പിന്നെ എല്ലാ ആൾക്കാരും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് താമസിക്കുന്നവരാണ് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടേതായ മാർക്കറ്റുകൾ കാര്യങ്ങളെല്ലാം അങ്ങനെയുണ്ട്. അപ്പം ഇന്ന് ഒത്തിരി ഒന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കൂടിയിട്ടുള്ള ഒരു ഹോളി ഞാൻ എല്ലാവർക്കും, എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി.